അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് പറയാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ്. വെറും 2 അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. നമുക്ക് കണക്കില്ലാതെ എത്ര വേണമെങ്കിലും ചൊല്ലാൻ പറ്റുന്ന, നമുക്ക് പീരീഡ് സമയത്തും അല്ലാത്തപ്പോഴും ചൊല്ലാൻ പറ്റുന്ന എല്ലാ നിസ്കാര സമയത്തും നമ്മൾ പതിവാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പം ആ ഒരു ഇസ്മി ഏതാണെന്ന് നോക്കാം. നാം ചൊല്ലേണ്ട ഇസ്മി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിക്ർ എന്ന് പറയുന്നത് യാ ബർറു യാ അല്ലാ എന്നൊരു ഇസ്മാണ്. ഈ ഒരു ദിക്ർ നമ്മൾ നിത്യജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഗുണം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്നവൻ എന്നൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും വന്നു ചേരുകയും എല്ലാവർക്കും നമ്മളോട് ദയയും അംഗീകാരവും സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ എല്ലാ വിഷമങ്ങളും ആപത്തുകളും വിട്ടുപോകും. മോശപ്പെട്ട സ്വഭാവം, മദ്യപാനം, വ്യഭിചാരം, അങ്ങനെയുള്ള മറ്റുള്ള ലഹരി ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലാവുന്നതാണ്. നമ്മുടെ ധനവും നമ്മുടെ കുടുംബവും ശരീരവും സുരക്ഷിതരാവുന്നതാണ് ഈ ഒരു ദിക്ർ ചൊല്ലുകയാണെങ്കിൽ. ഈ ഒരു ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ഹറാമുകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നതാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ ഇടയിൽ വർഷിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ചെറിയ ഈ അക്ഷരം വരുന്ന ഈ ഒരു ചെറിയൊരു ദിക്ർ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഇത് കളയരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇത്രയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം പീരിയഡ്സ് ആയ സമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഈ പറയപ്പെട്ട ഓരോ നേട്ടങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രയാസങ്ങളും കഷ്ടപ്പാടും ഒക്കെയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോകണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നത്. നമ്മളുടെ കഷ്ടപ്പാടും നമ്മളുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട്, ചെറിയ ചെറിയ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു വാങ്ങാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ളവർ ചൊല്ലാൻ മറക്കരുത്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.